അത് 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 ഈ അല്ല ഞാനിത് പറയട്ടെ, ഇവിടെ പാലക്കാട് തന്നെ സുരേന്ദ്രൻ്റെ നേരെ നടക്കാൻ പറ്റുമോ? പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഗ്രൂപ്പ് തമ്മിൽ എപ്പോൾ സുരേന്ദ്രൻ ഇവിടുന്ന് അടി കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? ആ സുരേന്ദ്രനാണ് ഇത് പറയുന്നത്. ഇവിടെ ഗ്രൂപ്പായിട്ട് അടിയും പിടിയും നടക്കല്ലേ, അവരുടെ ശാഖയിൽ ഇപ്പോൾ അടി നടക്കല്ലേ, RSSൻ്റെ ശാഖയിൽ ഇതിൻ്റെ പേര് അടി നടക്കല്ലേ. സുരേന്ദ്രൻ ഇവിടെ സ്ഥാനാർത്ഥിയാകാൻ പുറപ്പെട്ടു, ആയില്ല. കൃഷ്ണകുമാറുമായിട്ട് അടി നടക്കല്ലേ. BJPക്കകത്ത് തന്നെയാണ് ഈ അടി നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനകത്തോ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് പറഞ്ഞു. മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയില്ല. മുരളീധരൻ അസംതൃപ്തിയുമായി നടക്കുകയല്ലേ. ഇതാണ് കോൺഗ്രസിനകത്തും BJPക്കകത്തും ഉള്ളത്. ഇവർ രണ്ടും ഇവിടെ പരാജയപ്പെടും. അതൊക്കെ മാനസിക രോഗം ഉണ്ടാവും. ഇത് ഞാൻ നിങ്ങൾ ഒരു പ്രാവശ്യം അത് ചോദിച്ചു, അതിന് ഞാനൊരു മറുപടിയും പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വ്യക്തത വരുത്തിയാലേ എനിക്ക് പറയാൻ പറ്റും ആരാണെന്നുള്ളത്. അന്വേഷിച്ചാലല്ലേ പറയാൻ പറ്റും സുഹൃത്തെ. ഞാനത് മാസങ്ങളായി ഞാൻ എഴുതാൻ തുടങ്ങിയിട്ട് ഒരു പ്രസിദ്ധീകരണക്കാരോടും ഞാനിത് ആർക്കും കൊടുത്തിട്ടില്ല. DC ബുക്സുകാർ ഞങ്ങൾ പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് അത് മാതൃഭൂമിക്കാരും ചോദിച്ചിട്ടുണ്ട്. മാതൃഭൂമിയുടെ ശശി എന്നോട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യമല്ല 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ആലോചിച്ച് പുസ്തകം തയ്യാറാകട്ടെ. പിന്നെന്താ, ഞാൻ എൻ്റെ ഇവിടുത്തെ അത് എല്ലാ പുസ്തകങ്ങളും ഇങ്ങനെ തന്നെയാണോ കൊടുക്കേണ്ടത് എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? ചിന്തയിൽ തന്നെ കൊടുക്കണമെന്നാണോ? അല്ല, നിങ്ങളുടെ പുസ്തകങ്ങൾ ചിന്തയിൽ കൊടുക്കുമോ? ഇവിടെ പ്രസിദ്ധീകരണശാലകൾ ഒരുപാടുണ്ട്. ആ പ്രസിദ്ധീകരണശാലകൾ അവർ സമീപിക്കാറാണ്. ചിന്ത എന്നോട് സമീപിച്ചാൽ ഞാൻ അന്നേരം ഇപ്പം ഞാനൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ചിന്ത പബ്ലിക് ചിന്തയോട് എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്ന് ഞാൻ പറയില്ല. തെറ്റാണത്. എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്ന് അവരോട് ഞാൻ പറയില്ല, ഒരാളോടും പറയില്ല. ഞാൻ ഒരു പുസ്തകം തയ്യാറാക്കുന്നു, ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾക്ക് അവസരം തരണം എന്ന് മാതൃഭൂമി ചോദിക്കുന്നു, DC ബുക്സ് ചോദിക്കുന്നു. അത് ചിന്ത ചോദിച്ചാൽ ഞാൻ അന്നേരം അത് ആലോചിച്ചിട്ട് നിലപാട് പറയും. ഈ പ്രസിദ്ധീകരണം DC നടത്തുകയാണ്, അവരാണ് ആദ്യം അറിയിച്ചത്. പക്ഷേ ഈ പരാതി DGP കൊടുത്തതിൽ DCക്കെതിരെ ഒരു പരാമർശമില്ല. അത് എന്തുകൊണ്ടായിരിക്കും? ഉണ്ടല്ലോ, DCക്കെതിരെ പരാമർശം. എൻ്റെ ഇത് സംബന്ധിച്ച് അന്വേഷിക്കാനാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അത് അന്വേഷണത്തിൻ്റെ ഭാഗമായി വരുമല്ലോ. ഇനി എൻ്റെ അടുത്തുനിന്ന് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഞാനത് പറയല്ലോ. അവരെന്നെടുക്കുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കും. ഞാൻ ഈ കാര്യങ്ങൾ തന്നെ പറയും. നിങ്ങൾക്കതാണ് ഇപ്പോഴും മനസ്സിലാകാത്തത്. ഞാൻ പ്രസാധകൻ എഴുതിക്കൊണ്ടിരിക്കുന്നൊരു പുസ്തകം ഞാൻ അറിയാതെ അതിലെ കുറേ കാര്യങ്ങൾ ഈ ചാനലിൽ വരുന്നു, ടൈംസ് ഓഫ് ഇന്ത്യയിൽ വരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ പ്രസാധനം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു. ഇത്രയും ഗുരുതരമായൊരു പ്രശ്നം കണ്ടിട്ട് പോലും നിങ്ങളിൽ എന്താ ഈ സംശയത്തിൻ്റെ ബാക്കി?